ഒരിക്കൽ തീർത്ഥാടനത്തിന്റെ ഭാഗമായി അർജുനൻ രാമേശ്വരത്തെത്തി. ശ്രീരാമൻ ലങ്കയിലേക്ക് പോകാൻ വേണ്ടി വാനരപ്പടയുടെ സഹായത്തോടെ കടലിനു കുറുകെ കെട്ടിയ രാമസേതു അർജുനൻ കണ്ടു. അത്രയും വലിയൊരു അമ്പെയ്ത്തുകാരനായ അർജുനന് അത് കണ്ടപ്പോൾ അല്പം അഹങ്കാരം തോന്നി. അവിടെ ധ്യാനിച്ചിരിക്കുകയായിരുന്ന ഒരു വൃദ്ധവാനരനെ നോക്കി അർജുനൻ പറഞ്ഞു. ആ വാനരൻ വേഷം മാറിയ ഹനുമാൻ ആയിരുന്നു. ശ്രീരാമൻ ഇത്രയും വലിയൊരു അമ്പെയ്ത്തുകാരനായിരുന്നിട്ടും എന്തിനാണ് കല്ലും മരവും ഒക്കെ വച്ച് പാലം പണിതത്? എൻ്റെ അമ്പുകൾ കൊണ്ട് മാത്രം എനിക്ക് ഇതിലും ശക്തമായ ഒരു പാലം നിമിഷനേരം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും. ഇത് കേട്ട വൃദ്ധവാനരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലയോ അർജുന, നിന്റെ അമ്പുകൾ കൊണ്ടുള്ള പാലത്തിന് ഞങ്ങളെപ്പോലെയുള്ള വാനരന്മാരുടെ ഭാരം താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഭഗവാൻ രാമൻ കല്ലുകൊണ്ട് പാലം പണിതത്. അർജുനൻ അത് സമ്മതിച്ചില്ല. അവർ തമ്മിൽ ഒരു പന്തയം വച്ചു. അർജുനൻ അമ്പുകൾ കൊണ്ട് കടലിനു മുകളിൽ ഒരു പാലം ഉണ്ടാക്കും. ആ പാലത്തിനു മുകളിലൂടെ ഈ വൃദ്ധവാനരൻ നടക്കണം. പാലം തകർന്നാൽ അർജുനൻ ചിതകൂട്ടി ജീവനൊടുക്കും. പാലം തകർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വാനരൻ അർജുനന്റെ ദാസനാകും. അങ്ങനെ മത്സരം തുടങ്ങി. അർജുനൻ തന്റെ ഗാണ്ഡീവമെടുത്ത് അതിശക്തമായ അമ്പുകളെയ്ത് നിമിഷങ്ങൾക്കകം കടലിനു മുകളിൽ ഒരു മനോഹരമായ അമ്പുപാലം നിർമ്മിച്ചു. എന്നിട്ട് വാനരനോട് അതിലേക്ക് കയറാൻ ആവശ്യപ്പെട്ടു. വൃദ്ധവാനരൻ തന്റെ വലതുകാലിന്റെ ഒരൊറ്റ വിരൽ മാത്രം ആ പാലത്തിൽ വച്ചു. അപ്പോഴേക്കും അർജുനൻ ഉണ്ടാക്കിയ പാലം തകർന്നു തരിപ്പണമായി താഴെ വീണു. അർജുനൻ ഞെട്ടിപ്പോയി. തന്റെ തോൽവി സമ്മതിച്ച് പന്തയപ്രകാരം ജീവനൊടുക്കാൻ വേണ്ടി അർജുനൻ തീ കൂട്ടി. ചിതയിലേക്ക് ചാടാനൊരുങ്ങിയ നിമിഷം അവിടെയൊരു ബ്രാഹ്മണൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഒരു പന്തയം നടക്കുമ്പോൾ അതിന് സാക്ഷിയായി ആരെങ്കിലും വേണം. ഇവിടെ ആരും ഇല്ലാതിരുന്നത് കൊണ്ട് ഈ പന്തയം അസാധുവാണ്. നിങ്ങൾ ഒരിക്കൽ കൂടി മത്സരിക്കൂ, ഞാൻ സാക്ഷിയാകാം. അങ്ങനെ രണ്ടാം വട്ടം മത്സരം തുടങ്ങി. ബ്രാഹ്മണന്റെ വാക്ക് കേട്ട് അർജുനൻ വീണ്ടും മനസ്സ് ഏകാഗ്രമാക്കി. മുൻപത്തേക്കാൾ 100 മടങ്ങ് ശക്തിയുള്ള ഒരു അമ്പുപാലം പണിതു. ഇത്തവണ വൃദ്ധവാനരൻ തന്റെ പൂർണ്ണരൂപമായ ഹനുമാന്റെ വലിപ്പത്തിലേക്ക് മാറി. പാലത്തിന് മുകളിലേക്ക് കയറി നടന്നു. എന്നിട്ടും അത്ഭുതമെന്ന് പറയട്ടെ, ആ പാലത്തിന് ഒരു കുലുക്കവും സംഭവിച്ചില്ല. അത് തകർന്നതുമില്ല. തന്റെ ഭാരം താങ്ങിയ പാലം കണ്ട് ഹനുമാൻ അത്ഭുതപ്പെട്ടു. ഹനുമാൻ താഴേക്ക് നോക്കിയപ്പോൾ കണ്ടത് ആ പാലം തകരാതിരിക്കാൻ വേണ്ടി അത് സ്വന്തം പുറത്ത് താങ്ങിപ്പിടിച്ചിരിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിനെയാണ്. ആ ബ്രാഹ്മണൻ വേറെ ആരുമായിരുന്നില്ല, ഭഗവാൻ കൃഷ്ണനായിരുന്നു. ഭഗവാന്റെ ലീല മനസ്സിലാക്കിയ അർജുനനും ഹനുമാനും തങ്ങളുടെ തെറ്റുകൾ ഓർത്ത് ഭഗവാന്റെ കാൽക്കൽ വീണു ക്ഷമ ചോദിച്ചു. അർജുനന്റെ അഹങ്കാരം തീർക്കാനും ഹനുമാന് ഭഗവാനെ ദർശിക്കാനുമുള്ള കൃഷ്ണന്റെ തന്ത്രമായിരുന്നു അത്. പന്തയത്തിൽ അർജുനൻ ജയിച്ചെങ്കിലും ഹനുമാൻ അർജുനനോട് പറഞ്ഞു, അർജുന, നിന്റെ അമ്പുകൾക്ക് എൻ്റെ ഭാരം താങ്ങാനുള്ള ശക്തിയില്ലായിരുന്നു. ഭഗവാൻ താങ്ങിയത് കൊണ്ടാണ് അത് തകരാതിരുന്നത്. എങ്കിലും നിന്റെ ഭക്തിയിലും അമ്പെയ്തിലും ഞാൻ പ്രസന്നനാണ്. അതുകൊണ്ട് വരാൻ പോകുന്ന മഹാഭാരത യുദ്ധത്തിൽ ഞാൻ നിന്റെ രഥത്തിന്റെ കൊടിയിൽ വന്നിരിക്കും. ശത്രുക്കളുടെ അസ്ത്രങ്ങൾ ഏൽക്കുമ്പോൾ രഥം തകരാതെ ഞാൻ എൻ്റെ ശബ്ദം കൊണ്ടും ശക്തി കൊണ്ടും അതിനെ സംരക്ഷിക്കും. അങ്ങനെയാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന്റെ രഥത്തിനു മുകളിൽ ഹനുമാൻ സ്ഥാനം പിടിച്ചത്. അതുകൊണ്ടാണ് ആ രഥത്തിന് നേരെ വന്ന ഭയങ്കരമായ ദിവ്യാസ്ത്രങ്ങളെപ്പോലും തടുക്കാൻ അർജുനന് കഴിഞ്ഞത്.